ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ 22-ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ മെഗാലയലത്തിനു ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ ആർക്കും മുൻതൂക്കം അവകാശപ്പെടാനില്ല. എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല ടീമിന്റെയും നായകന്മാരടക്കം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നത് ഉറപ്പാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള മത്സരത്തോടെയാവും IPL ആരംഭിക്കുക. മുംബൈ ഇന്ത്യൻസും CSKയും തമ്മിലുള്ള പോരാട്ടത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ഇത്തവണ തുടക്കത്തിലെ തന്നെ അവസാനമാകും. 23-ന് വൈകിട്ട് നടക്കുന്ന പോരാട്ടത്തിലാണ് കരുത്തരായ മുംബൈ CSKയും ഏറ്റുമുട്ടുക. ചെന്നൈയിലാണ് IPL-ലെ എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത്. രണ്ടു ടീമുകൾക്കും ജയം അഭിമാന പ്രശ്നമായതിനാൽ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് ആദ്യ മത്സരം എളുപ്പമാവില്ല. പരിക്ക് മുംബൈക്ക് തലവേദനയായിട്ടുണ്ട്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ആദ്യ മത്സരത്തിനുണ്ടാവില്ല എന്നത് ഉറപ്പിച്ചു. അവസാന സീസണിലെ സസ്പെൻഷനെ തുടർന്ന് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യ മത്സരം നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ CSKക്കെതിരെ മുംബൈയുടെ പ്ലേയിങ് 11 എങ്ങനെയാവും പരിശോധിക്കാം. ഇത്തവണ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി പുതിയ താരമെത്തും. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്നാണ് മുംബൈക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്നത്. എന്നാൽ ഇഷാനെ മുംബൈ വിട്ടുകളഞ്ഞതിനാൽ പുതിയ ഓപ്പണറെ ടീം കണ്ടെത്തണം. വിൽ ജാക്സനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. ഇംഗ്ലണ്ടുകാരനായ വിൽ ജാക്സൺ തല്ലി തകർക്കാൻ ശേഷിയുള്ള താരമാണ്. അന്താരാഷ്ട്ര T20-യിലെ താരത്തിന്റെ പ്രകടനം മികച്ചതല്ല. എന്നാൽ BBL-ലടക്കം വെടിക്കെട്ട് പ്രകടനത്തോടെ കസറാൻ വിൽ ജാക്സൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിൽ മുംബൈ വിശ്വസിച്ചേക്കും. 3-ാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാണ് അവസരം. ഇടം കയ്യൻ ബാറ്റ്സ്മാൻ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അടക്കം നേടി ഭിന്നിക്കാൻ തിലകിനായി. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാനാണ് സാധ്യത. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവിനാവും സീറ്റ്. കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിലക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന് കളിക്കാനാവില്ല. ഹാർദിക്കിന്റെ അഭാവത്തിൽ സൂര്യകുമാർ യാദവ് നയിച്ചേക്കും. രോഹിത് ശർമ്മ വീണ്ടും നായകസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായേക്കില്ല. 5-ാം നമ്പറിൽ രാജ് അങ്കാദ് ഭാവയെ പരിഗണിച്ചേക്കും. ഓൾറൗണ്ടറായ താരത്തിൽ നിന്ന് മുംബൈ വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. യുവതാരങ്ങൾക്ക് ആദ്യ മത്സരത്തിൽ തന്നെ അവസരം നൽകാൻ മുംബൈ തയ്യാറായേക്കും. യുവതാരമായ റോബിൻ മിൻസ് വമ്പനടികൾ കൊണ്ട് ഇതിനോടകം എല്ലാവരുടെയും ശ്രദ്ധ നേടിയെടുത്ത താരമാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്ന താരത്തെ ഫിനിഷർ റോളിലേക്ക് മുംബൈ കൊണ്ടുവന്നേക്കും. ഡെത്ത് ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താൻ താരത്തിനാവുമെന്ന് തന്നെ കരുതാം. ബൌളിംഗ് നിരയിൽ അർജുൻ ടെണ്ടുൽക്കർക്ക് അവസരം ലഭിച്ചേക്കില്ല. ജസ്പ്രീത് ബുംറ പരിക്കിന്റെ പിടിയിലാണ്. മുംബൈക്കൊപ്പം ആദ്യ മത്സരത്തിൽ താരമുണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ ട്രെന്റ് ബോൾട്ടിനും ദീപക് ചഹാറിനുമൊപ്പം റീസി ടോപ്ലി വന്നേക്കും. 4 വിദേശ താരങ്ങളെ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ കളിപ്പിച്ചേക്കും. സ്പിന്നർമാരായി കരൺ ശർമ്മയെയും മിച്ചൽ സാന്റ്നറയെയും കളിപ്പിക്കും. ന്യൂസിലൻഡ് നായകനായ സാന്റ്നർ മികച്ച ഫോമിലാണ്. മുൻ CSK താരം ഇത്തവണ മുംബൈയുടെ തുറുപ്പുചീട്ടായി മാറിയേക്കും.